ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഈശോയിൽ സ്നേഹമുള്ളവരെ, വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുക. വീണ്ടും വചനം പറയുന്നു, മത്തായി 6:33, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. നമ്മൾ ഈ ജപമാല രാജ്ഞി എന്ന ഈ ശുശ്രൂഷയിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെ ഈ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്, എന്താ ദൈവഹിതം? എന്താ ദൈവത്തിൻ്റെ ഇഷ്ടം? എന്താ? ഒരു കാര്യം ജീവിതത്തിൽ വരുമ്പോൾ നമ്മളെല്ലാവരും അറിയാതെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇതിലെന്താണ് ദൈവഹിതം? എന്താണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തിയാകാൻ ഞാൻ ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, അതിനേറ്റവും നല്ല വഴി, നിന്റെ തീരുമാനത്തിൻ്റെ കീഴിൽ നിന്ന് ദൈവത്തിൻ്റെ തീരുമാനത്തിലേക്ക് നീ എത്താൻ ഏറ്റവും നല്ല വഴി, ദൈവ തീരുമാനമാണെന്ന് ജീവിതത്തിൽ ഉറപ്പിക്കാൻ ഏറ്റവും നല്ല വഴി, ജപമാലയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ജപമാലയെ കൈകളിലെടുക്കുക, പരിശുദ്ധ അമ്മയോട് ചേർത്ത് വയ്ക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം, ദൈവത്തിൻ്റെ തീരുമാനം, ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കാൻ ഏറ്റവും നല്ല വഴി. ഏത് കാര്യത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുവോ, നീ ആ കാര്യത്തെ ജപമാലയോട് ചേർത്ത് വയ്ക്കുക. ദൈവത്തിൻ്റെ ഹിതം പരിശുദ്ധാത്മാവ് നിനക്ക് വെളിപ്പെടുത്തും, ദൈവത്തിൻ്റെ ഇഷ്ടം പരിശുദ്ധാത്മാവ് നിനക്ക് വെളിപ്പെടുത്തും. നമുക്ക് അമ്മയോടൊപ്പം ചേർന്ന് ദൈവത്തെ ആരാധിച്ച്, ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ തായി അമ്മക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഓ അമ്മേ തായി അമ്മക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ തായേ, അപ്പമില്ലാതാകുമ്പോൾ, അമ്മേ തായേ, അപ്പമില്ലാതാകുമ്പോൾ അപ്പത്തിൽ വാഴുന്നവനെ ഞാൻ ആരാധിക്കുന്നു. അപ്പത്തിൽ വാഴുന്നവനെ ഞാൻ ആരാധിക്കുന്നു. ഓ അമ്മേ തായേ അമ്മക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഓ അമ്മേ തായേ അമ്മക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ തായേ മനസ്സിൻ ഭാരം കൂടുമ്പോൾ, അമ്മേ തായേ മനസ്സിൻ ഭാരം കൂടുമ്പോൾ, ശിരസിൽ മുൾമുടി അണിഞ്ഞവനെ ഞാൻ ആരാധിക്കുന്നു. ശിരസിൽ മുൾമുടി അണിഞ്ഞവനെ ഞാൻ ആരാധിക്കുന്നു. ഓ അമ്മേ തായേ അമ്മക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഓ അമ്മേ തായേ അമ്മക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഹല്ലേലൂയ പാടാം, ഹല്ലേലൂയ പാടാം, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ പാടാം, ഹല്ലേലൂയ പാടാം, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ശിഷ്യന്മാര് ഈശോയോട് ചോദിച്ച വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം, കർത്താവേ, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ എന്താ ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, അതിന് ഈശോ കൊടുക്കുന്ന ഉത്തരവ് ഇതാണ്: അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ദൈവം അയച്ച വചനം, ആ വചനത്തിൽ വിശ്വസിച്ച മറിയത്തെപ്പോലെ ആരാ ഉള്ളത്? നമ്മൾ ഈ ജപമാല കയ്യിലെടുക്കുമ്പോൾ ജപമാല നൽകുന്ന ഏറ്റവും വലിയ കൃപ എന്താണെന്നറിയാവോ? നമ്മുടെ തീരുമാനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ തീരുമാനത്തിലേക്ക് നടക്കാൻ ജപമാല നമ്മെ പഠിപ്പിക്കും. നമ്മുടെ തീരുമാനങ്ങളിൽ നിന്ന്, നമ്മുടെ വഴികളിൽ നിന്ന്, നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്ന് ദൈവേഷ്ടത്തിലേക്ക് ജപമാല നമ്മെ നടത്തും. കാരണം ദൈവത്തിൻ്റെ തീരുമാനത്തിൻ്റെ കീഴിലേ നമ്മൾ അനുഗ്രഹം അനുഭവിക്കൂ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ കീഴിലേ നമ്മൾ രക്ഷ കാണും. ദൈവത്തിൻ്റെ പദ്ധതിയുടെ കീഴിലേ നമുക്കൊരു നിത്യ നന്മയുള്ളൂ. അതിനാൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അധികം പേരും പ്രാർത്ഥിക്കുന്നത്, നമ്മളൊരു കാര്യം ഫിക്സ് ചെയ്തിരിക്കുക, ഇന്ന പോലെയൊക്കെ നടക്കണം, എന്നിട്ട് നമ്മളത് പ്രാർത്ഥിക്കുക. അതല്ല, മറിച്ച് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമ്മളൊരു ഫ്രെയിം ഉണ്ടാക്കി, ഓൾറെഡി നമ്മളൊരു ഫ്രെയിം ഉണ്ടാക്കി, നമ്മളൊരു കാര്യം തീരുമാനമെടുത്തു, എന്നിട്ടാണ് നമ്മൾ വരുന്നത്. അതല്ല രക്ഷ, അതല്ല ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമ്മളുടെ പ്രാർത്ഥന എന്താ? നമ്മളുടെ പല പ്രാർത്ഥനയും അസാധ്യ കാര്യം സാധ്യമാക്കുക എന്ന് വെച്ചാൽ, ഞാനൊരു കാര്യം തീരുമാനമെടുത്തു, ഞാനൊരു ഡിസിഷൻ എടുത്തു, ഞാൻ ഒരു തീരുമാനമെടുത്തു, ഇനി അത് സാധ്യമാക്കാൻ ഉള്ള ഓട്ടമാണ്. അതല്ല ജപമാല, അതല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. ജപമാല പഠിപ്പിക്കുന്നത് അസാധ്യമായ, നമ്മളെടുത്ത അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കാനുള്ള പ്രാർത്ഥനയല്ല ജപമാല. മറിച്ച് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ അനന്ത പദ്ധതിയുടെ കീഴിലേക്ക് എത്തിക്കാനുള്ള പ്രാർത്ഥനയാണ് ജപമാല. നമ്മുടെ തീരുമാനത്തെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ കീഴിലേക്ക് ജപമാല വഴി എത്തും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജപമാല കയ്യിലെടുക്കുമ്പോൾ നമ്മൾ കയ്യിലെടുക്കുന്നത് നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ ഒരു പുണ്യത്തെയാണ്. ദൈവഹിതമനുസരിച്ച് മാത്രം പ്രവർത്തിച്ചൊരു ജീവിതം, ദൈവം എഴുതിയതുപോലെ മാത്രം, ദൈവം ഒരു സ്ക്രിപ്റ്റ് എഴുതി, ആ സ്ക്രിപ്റ്റ് വള്ളിപ്പുള്ളി തെറ്റാതെ ജീവിച്ചൊരു ജീവിതം, അതാണ് പരിശുദ്ധമ്മ. നമ്മളെങ്ങനെയാണ്? നമ്മൾ ഒരു സ്ക്രിപ്റ്റ് എഴുതും, നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കും. എന്നിട്ട് നമ്മൾ എന്താ പറയുന്നത്? ദൈവം ഈ പ്ലാനിൽ ഇടപെടണം. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രശ്നം. അത് മാറിപ്പോകാൻ ഏറ്റവും നല്ല വഴി പരിശുദ്ധമ്മയോട് ചേർക്കുകയാണ്. പരിശുദ്ധമ്മയോട് ജീവിതത്തെ ചേർത്ത് വയ്ക്കുക. പരിശുദ്ധമ്മ എന്താ പറഞ്ഞത്? പരിശുദ്ധമ്മ പറഞ്ഞ കാര്യം എന്താ? ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ പരിശുദ്ധമ്മയെ ധ്യാനിക്കുമ്പോൾ 3 കാര്യങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. ഒന്ന്, പരിശുദ്ധമ്മ ചെയ്ത കാര്യം. എലിസബത്ത് പറഞ്ഞു, ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ 3 വചനം നമ്മൾ മനസ്സിലാക്കുക. ഒന്ന്, ദൈവഹിതം സംഭവിക്കാൻ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചോളാം. ദൈവഹിതം, എൻ്റെ ജീവിതത്തിൽ ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കാൻ എന്ത് ചെയ്യണം? ഒന്നാമത്തെ വചനം യോഹന്നാൻ 6:28-29. ശിഷ്യന്മാർ ചോദിച്ചു, ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി എന്താണ്? യേശു പറഞ്ഞു, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഇതാണ് യേശു പറഞ്ഞത്. ഇനി ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം എന്താ? ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഏറ്റവും നല്ല എക്സാമ്പിൾ പരിശുദ്ധമ്മയാണ്. പരിശുദ്ധമ്മ ഒരു തീരുമാനമെടുത്തു. എന്താ തീരുമാനം? ജോസഫുമായിട്ട് വിവാഹം കഴിക്കുക, ആ വിവാഹത്തിൽ നിന്നൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുക. ഇത് പരിശുദ്ധമ്മയുടെ ഇഷ്ടം, തീരുമാനം. ഇത് പരിശുദ്ധമ്മ ഉറപ്പിച്ച കാര്യം, ഇത് പരിശുദ്ധമ്മയുടെ ഇഷ്ടം. ഇതാണ് പരിശുദ്ധമ്മ ജീവിക്കാൻ ആഗ്രഹിച്ച ജീവിതം. പരിശുദ്ധമ്മ ജീവിക്കാൻ ആഗ്രഹിച്ച ജീവിതം, വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന ജോസഫിനെ വിവാഹം കഴിക്കുക, ജോസഫുമായിട്ട് ദാമ്പത്യ ജീവിതത്തിൽ ഒന്നാവുക, ആ ദാമ്പത്യ ജീവിതത്തിൽ നിന്നൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുക. പരിശുദ്ധമ്മ ജീവിതത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ച ജീവിതം, പരിശുദ്ധമ്മ ജീവിക്കാൻ ആഗ്രഹിച്ച ജീവിതം. ഇനി ദൈവഹിതപ്രകാരമുള്ള ജീവിതം എന്താണ്?
വിവാഹത്തിന് മുമ്പ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാവുക, ജനിക്കാൻ പോകുന്ന ശിശു ദൈവപുത്രൻ എന്ന് അവനെ വിളിക്കുക. ഇത് ദൈവഹിതപ്രകാരമുള്ള ജീവിതം. ശ്രദ്ധിക്കുക, ഇതാണ് കോൺഫ്ലിക്റ്റ്. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ കോൺഫ്ലിക്റ്റ്. ഒന്ന്, നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള ജീവിതം. ഇത് പരിശുദ്ധമ്മയ്ക്ക് ഉണ്ടായിരുന്നു. പരിശുദ്ധമ്മയ്ക്ക് അങ്ങനൊരു ജീവിതം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ളത് മറ്റൊന്ന്. പരിശുദ്ധമ്മ എന്ത് ചെയ്തു? വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? പരിശുദ്ധമ്മ ദൈവഹിതപ്രകാരമുള്ള ജീവിതത്തിലേക്ക് മാറി. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അസാധ്യമായൊരു കാര്യം. അതാണ്, എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളെ ബലി കഴിച്ചുകൊണ്ട്, എൻ്റെ രീതിയെയും എൻ്റെ തീരുമാനങ്ങളെയും ബലി കഴിച്ചുകൊണ്ട് എനിക്ക് എങ്ങനെ ദൈവിക തീരുമാനത്തിലേക്ക് വളരാം, ദൈവിക തീരുമാനത്തിലേക്ക് എനിക്ക് എങ്ങനെ വളരാമെന്ന് നമുക്ക് ഇതിനേക്കാൾ വലിയൊരു മാതൃകയില്ല. അതിനാൽ ജപമാല കയ്യിലെടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ദൈവിക തീരുമാനത്തിലേക്ക്, ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പം ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഏറ്റവും നല്ല പ്രാർത്ഥന എന്നത് ജപമാലയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക എന്നതാണ്. ഹല്ലേലൂയ. രണ്ട്, ദൈവഹിതം സംഭവിക്കാൻ എന്ത് ചെയ്യണം? അതിന് അടുത്ത വചനവിധാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ നമുക്ക് പരിചയമുള്ള വചനമാണ്. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുതാം നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായതെന്തെന്നും വിവേചിച്ചറിയുവാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ സമർപ്പിച്ചതുപോലെ, പരിശുദ്ധ അമ്മ കൊടുത്തതുപോലെ കൊടുത്ത വേറെ ഏത് ശരീരമുള്ളത്? പരിശുദ്ധ അമ്മ ആ ശരീരത്തെ സമർപ്പിച്ചു. ഇതാണ് ദൈവഹിതം. അപ്പോൾ നമ്മുടെ ശരീരത്തെ വിശുദ്ധിയോടെ സമർപ്പിക്കുക. അതാണ് പരിശുദ്ധമ്മയെ ദൈവം ഒരുക്കി. അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മ ഉത്ഭവഭാവമില്ലാത്തവളായിരുന്നു, അവളെ ദൈവം ഒരുക്കി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ജപമാല കയ്യിലെടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ വിശുദ്ധമായൊരു ബലിയായിട്ട് സമർപ്പിക്കുക. ഇന്ന് ദൈവഹിതം പ്രകാരം ജീവിക്കാൻ എന്ന് വെച്ചാൽ, ദൈവഹിത പ്രകാരമുള്ള ജീവിതം എന്ന് വെച്ചാൽ വിശുദ്ധമായ ജീവിതം. ആ വിശുദ്ധമായ ജീവിതത്തിന് ഏറ്റവും വലിയ തടസ്സവും ഏറ്റവും വലിയ പ്രലോഭനവും പിശാച് കൊണ്ടുവരുന്നത് നമ്മുടെ ബോഡിയിൽ, ശരീരത്തിലാണ്. അപ്പോൾ ഈ ശരീരത്തെ ദൈവത്തിന് പ്രീതിജനകമായ ബലിയായി, വിശുദ്ധമായ ബലിയായി കൊടുക്കുകയാണ്. എൻ്റെ ശരീരത്തെ വിശുദ്ധമായൊരു ബലിയായിട്ട് ഞാൻ കൊടുക്കുകയാണ്. എൻ്റെ ശരീരത്തെ വിശുദ്ധമായൊരു ബലിയായിട്ട് ഞാൻ കൊടുക്കാൻ ഏറ്റവും നല്ലത് ഈ സ്വന്തം ശരീരത്തെ വിശുദ്ധമായ ബലിയായിട്ട് മാത്രം സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ ചേർന്ന് പ്രാർത്ഥിക്കുക എന്നതാണ്. അപ്പം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ വിശുദ്ധമായൊരു ബലിയായിട്ട് കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ശരീരത്തെ അപ്പോൾ ഓർക്കുക, ഇന്ന് ഒരുപാട് പേര് അനുഭവിക്കുന്ന പ്രതിസന്ധി വിശുദ്ധിയുടെ മേഖലയിലാണ്. ഈ വിശുദ്ധിയുടെ മേഖലയിൽ പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ, വിശുദ്ധിയുടെ മേഖലയിൽ പ്രലോഭനം വരുമ്പോൾ, വിശുദ്ധിയുടെ മേഖലയിൽ ടെംപ്റ്റേഷൻ വരുമ്പോൾ ഓർത്തോളുക, നീ ജപമാലയിൽ നിന്ന് അകലുന്നുണ്ട്. വിശുദ്ധിയുടെ മേഖലയിൽ പ്രലോഭനം വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, വിശുദ്ധിയുടെ മേഖലയിൽ പ്രലോഭനം വരുമ്പോൾ നീ ഉറപ്പായിട്ടും ജപമാലയിൽ നിന്ന് അകലുന്നുണ്ട്. നിനക്ക് നിൻ്റെ ജപമാല പ്രാർത്ഥന നഷ്ടപ്പെടുന്നുണ്ട്. ജപമാല പ്രാർത്ഥന നഷ്ടപ്പെടുന്നു എന്നതിൻ്റെ നിനക്ക് നല്ല ഭക്തിയോടെ സന്തോഷത്തോടെ ജപമാല ചൊല്ലാൻ പറ്റുന്നില്ല എങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്നത് നീ വിശുദ്ധിയിൽ പരാജയപ്പെടുന്നു എന്നതാണ്. അപ്പോൾ വിശുദ്ധിയിൽ വളരാൻ, വിശുദ്ധി ജീവിതത്തിൽ കൂടുതൽ വളരാൻ, വിശുദ്ധമായ ജീവിതം നയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രിയപ്പെട്ടവരെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നതാണ്. ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ, വിശുദ്ധിയിലേക്ക് നമ്മൾ വളരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ തീരുമാനത്തിലേക്ക് എത്തുന്നു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകുന്നു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ പരിപൂർണരാവുക. അപ്പോൾ ഒരു സ്ത്രീ ദൈവമാതാവായിട്ട് മാറാൻ കാരണം അവളുടെ വിശുദ്ധിയാണ്, അവളുടെ പാപമില്ലാത്ത ജീവിതമാണ്. ഈ പാപമില്ലാത്ത ജീവിതമാണ് അവളെ
ദൈവത്തിന് പ്രിയപ്പെട്ടതാക്കി മാറ്റിയത്. ദൈവത്തിന് പ്രിയപ്പെട്ടതാക്കി മാറ്റിയത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബം, നമ്മുടെ ദാമ്പത്യ ജീവിതം, സമർപ്പണ ജീവിതം, പൗരോഹിത്യ ജീവിതം ദൈവത്തിന് പ്രിയപ്പെട്ടതായിട്ട് മാറാൻ ഒരു വഴിയേ ഉള്ളൂ, നമ്മൾ വിശുദ്ധിയിൽ വളരുക. അപ്പോൾ അതിനേറ്റവും നല്ല പ്രാർത്ഥന ജപമാല. നമ്മൾ ജപമാലയുമായിട്ട് നിരന്തരമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. പിശാച്, സാത്താൻ ഈ മേഖലയിൽ നമുക്ക് വിടുതൽ തരും. അപ്പോൾ ആരൊക്കെ വിശുദ്ധിയിൽ വളർന്നിട്ടുണ്ടോ, ആരൊക്കെ യേശുവിനോടുള്ള വിശുദ്ധിയിലും സ്നേഹത്തിലും വളർന്നിട്ടുണ്ടോ, അവരുടെ എല്ലാം ജീവിതത്തിൽ ജപമാല ഏറ്റവും അത്യാവശ്യമായ ഘടകം. അപ്പോൾ നമുക്ക് ശരീരത്തിൽ വിശുദ്ധി സൂക്ഷിക്കാൻ പറ്റും. കാരണം ശരീരത്തിൽ ഒരു മനുഷ്യ സ്ത്രീ ശരീരത്തിൽ ഉത്ഭവഭാവം പോലും ഇല്ലാതെ ദൈവം അവളെ രൂപപ്പെടുത്തിയെങ്കിൽ ആ പരിശുദ്ധമ്മ, അപ്പോൾ ജപമാല നമ്മൾ കൈകളിലെടുക്കുമ്പോൾ ആ പരിശുദ്ധമ്മ യേശുവിന് ശരീരം നൽകുവാൻ ദൈവം തെരഞ്ഞെടുത്ത ആ ശരീരത്തോട് ചേർത്ത് വെച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ വിശുദ്ധിയിൽ നമ്മൾ വളരും. അപ്പോൾ ദൈവത്തിൻ്റെ തീരുമാനത്തിലേക്ക് നമ്മൾ എത്തും. 3, എങ്ങനെ ദൈവത്തിൻ്റെ തീരുമാനത്തിലേക്ക് എത്താം? അതിന് പരിശുദ്ധാത്മാവ് നൽകുന്ന 3-ാമത്തെ വചനം. 1-ാമത്തെ വചനം നമ്മൾ പറഞ്ഞു. 1-ാമത്തെ വചനം ഇതായിരുന്നു. യോഹന്നാൻ 6-ാം അധ്യായം 28-29. അടുത്തത് റോമ 12:1-2. ഇനി 3-ാമത്തെ വചനം ഇതാണ്. 1 തെസ്സലോനിയർ 5-ാം അധ്യായം 16-17 തിരുവചനങ്ങൾ. 1 Thessalonians chapter 5 verse 16 and 17. വചനം എങ്ങനെയാണ്? ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ്. അപ്പോൾ വചനം പറയുകയാണ് 16-17, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. അപ്പോൾ നമ്മൾ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാണ്. ഈ ദൈവത്തിന് ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവരായ എന്ത് ചെയ്യണം? അതിൽ 1 ഈശോ പറഞ്ഞു, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പോൾ ആ വിശ്വസിച്ച ഒരാളാണ് പരിശുദ്ധമ്മ. 2, വിശുദ്ധിയോടെ നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കുക. അതുവഴി ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയാൻ പറ്റും. 3-ാമത്തെ കാര്യം, എപ്പോഴും സന്തോഷിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളിലും നന്ദി പറയുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമ്മ എന്താ ചെയ്തത്? പരിശുദ്ധമ്മ ചെയ്ത കാര്യം ഇതാണ്. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന് പറഞ്ഞപ്പോഴും അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എന്താ പറഞ്ഞത്? എൻ്റെ ചിത്തം എൻ്റെ കർത്താവിൽ സന്തോഷിക്കുന്നു. കണ്ടോ, എപ്പോഴും സന്തോഷിക്കുന്ന, അല്ലേ? പരിശുദ്ധമ്മയുടെ ലൈഫ് ഇറ്റ് സെൽഫ് ഈസ് എ പ്രയർ. ജീവിതം പ്രാർത്ഥനയാക്കിയവർ. പ്രാർത്ഥന എന്താണ്? പ്രാർത്ഥന എന്നത് റിലേഷനാണ്, ബന്ധമാണ്, ദൈവവുമായിട്ടുള്ള ബന്ധമാണ് പ്രാർത്ഥന. അങ്ങനെയാണെങ്കിൽ ദൈവത്തോട് ഇത്രയും ബന്ധപ്പെട്ട പരിശുദ്ധമ്മയല്ലാതെ ആരാ ഉള്ളത്? അപ്പോൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. വാള് ഹൃദയത്തിലൂടെ കടക്കുമെന്ന് കേൾക്കുമ്പോഴും പരിശുദ്ധമ്മ എന്താ പറഞ്ഞത്? പരിശുദ്ധമ്മ പറഞ്ഞത്, എൻ്റെ ചിത്തം എൻ്റെ കർത്താവിൽ സന്തോഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണം കിട്ടുകയാണ്. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും സന്തോഷിക്കുക. അത് പരിശുദ്ധമ്മ നമ്മെ പഠിപ്പിക്കുന്നു. 2 എന്നാണ്, എല്ലാ കാര്യങ്ങളിലും നന്ദി പറയുക. എൻ്റെ ശക്തനായവൻ എനിക്ക് വലിയ കാര്യം ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പരിശുദ്ധമ്മ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായിരിക്കുക. അപ്പോഴാണ് അവളുടെ ദൈവത്തെ സ്തുതിക്കൽ. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും നന്ദി പറയുക. 3-ാമത്തത്, ഇടവിടാതെ പ്രാർത്ഥിക്കുക. എന്ന് വെച്ചാൽ എ കോൺസ്റ്റന്റ് റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്. എന്ന് വെച്ചാൽ ഒരിക്കലും ഇടമുറിയാത്തൊരു ബന്ധം ഈശോയുമായിട്ട്. ഇടമുറിയാത്തൊരു ബന്ധത്തിന് നമുക്ക് ഈ ഭൂമിയിൽ വേറെ ആരാ ഉള്ളത്? ഈശോയുമായിട്ട് അത്രയും ബന്ധം സ്ഥാപിച്ച പരിശുദ്ധ അമ്മയല്ലാതെ വേറെ ആരാ ഉള്ളത്? അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം എത്താൻ ഒരു കാര്യം, പരിശുദ്ധമ്മയോട് ജപമാലയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ 3 വചനത്തിൻ്റെ അഭിഷേകമാണ് വരുന്നത്. 1, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന യോഹന്നാൻ 6:28-29 വചനം. അപ്പോൾ യേശു പറഞ്ഞ മറുപടി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഈ വിശ്വസിച്ച പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. 2, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രീതികരവും സജീവവും വിശുദ്ധവുമായ ബലിയായി അർപ്പിക്കുക. ഈ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി മാത്രം കൊടുത്തൊരു ശരീരം, ആ ശരീരത്തെക്കാൾ വേറെ ഏതാ ഉള്ളത്? അപ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വചനത്തിൻ്റെ അഭിഷേകം, ആ ജീവിതത്തിൻ്റെ കൃപ നമ്മളിലേക്ക് വരുന്നു. 3, എപ്പോഴും സന്തോഷിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പറയും, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. അതിന് ഏറ്റവും നല്ല പ്രതീകം പരിശുദ്ധമ്മയാണ്. അതുകൊണ്ടാണ് സഭ പരിശുദ്ധമ്മയെ ഒരു മാതൃകയാണെന്ന്, ഒരു ശക്തിയാണെന്ന് പഠിപ്പിക്കുമ്പോൾ സഭാപിതാക്കന്മാർ വിശുദ്ധരുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ കാണുന്നത്, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങളിലെല്ലാം വിശുദ്ധരുടെ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ ദൈവഹിതമനുസരിച്ച് ജീവിക്കാനുള്ള ഏറ്റവും വലിയ
വഴി ജപമാലയായിരുന്നു. അപ്പോൾ ജപമാല കയ്യിലെടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ജപമാല കയ്യിലെടുക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കുടുംബവും നമ്മുടെ ജീവിതവും നമ്മുടെ തീരുമാനങ്ങളിൽ നിന്ന്, നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്ന്, നമ്മുടെ താല്പര്യങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ തീരുമാനത്തിലേക്ക് വരുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് വരുന്നു, ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് വരുന്നു. അതാണ് ജപമാല വഴി സംഭവിക്കുന്ന കാര്യം. പലപ്പോഴും നമ്മൾ നേരെ തിരിച്ചാണ്. നമ്മൾ ഇന്ന് ഓട്ടമാണ് പല കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി. നമ്മൾ ഉണ്ടാക്കിയിരിക്കുക, നമ്മൾ എഴുതി വച്ചിരിക്കുക. എന്നിട്ട് നമ്മൾ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിക്കുക. എന്നിട്ട് നമ്മൾ ഒറ്റ ഇതേ ഉള്ളൂ, ഈ സ്ക്രിപ്റ്റിൽ ഞാൻ ഉണ്ടാക്കിയ ഈ പ്ലാനിൽ ദൈവം അങ്ങ് പ്രവർത്തിക്കണം, ഞാൻ ഉണ്ടാക്കിയൊരു പ്ലാനിൽ ദൈവം അങ്ങ് പ്രവർത്തിച്ചോളണം. ഇതാണ് നമ്മളുടെ അനേകരുടെ പ്രാർത്ഥന എന്നത്. അതല്ല, നമ്മൾക്ക് ഒരേ ഒരു ചോദ്യം, നമ്മൾ ഈ ഒരു ചോദ്യം നമ്മൾ ആവർത്തിച്ച് ചോദിക്കുക: എനിക്കെങ്ങനെ ദൈവത്തിൻ്റെ തീരുമാനത്തിലേക്ക് വരാം? എനിക്കെങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിക്കാം? എനിക്കെങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ കീഴിലേക്ക് എൻ്റെ കുടുംബത്തെ, എൻ്റെ ദാമ്പത്യ ജീവിതത്തെ എത്തിക്കാം? ഒരു പക്ഷേ നീ നിൻ്റെ പദ്ധതികളും നീ നിൻ്റെ തീരുമാനങ്ങളുമായിട്ട് ജീവിതത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അതാണ് നിനക്കൊരിക്കലും ജീവിതത്തെ ആസ്വദിക്കാൻ പറ്റാത്തത്, ജീവിതത്തെ സന്തോഷത്തോടെ നേരിടാൻ പറ്റുന്നത്. നിനക്ക് ദൈവത്തിൻ്റെ തീരുമാനത്തിലേക്ക് വരാൻ പറ്റുന്നുണ്ടോ? ദൈവത്തിൻ്റെ തീരുമാനത്തിലേക്ക് വരാൻ പറ്റുമ്പോൾ നിനക്ക് ഒത്തിരി സന്തോഷിക്കാൻ പറ്റും. നിനക്ക് അത്ര ദൈവവുമായിട്ട് ബന്ധം ഉണ്ടാകാൻ പറ്റും, അത്ര ദൈവവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റും. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ആ ദൈവത്തിൻ്റെ തീരുമാനത്തിലേക്ക് എത്തുക. നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ തീരുമാനത്തിലേക്ക് എത്തുക. ദൈവത്തിൻ്റെ തീരുമാനത്തിലേക്ക് എത്താൻ ഏറ്റവും നല്ല വഴി പ്രിയപ്പെട്ടവരെ ജപമാലയാണ്. ഏറ്റവും നല്ല വഴി ജപമാലയാണ്. ജപമാല നമ്മളെ ദൈവത്തിൻ്റെ തീരുമാനത്തിലേക്ക്, ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് നമ്മളെ എത്തിക്കും. അപ്പോൾ ആ ദൈവത്തിൻ്റെ തീരുമാനത്തിലേക്ക് നമ്മളെത്താൻ നമ്മെ പൂർണ്ണമായിട്ടും പ്രിയപ്പെട്ടവരെ സമർപ്പിക്കാം. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഇതാണ്: ദൈവമേ, എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ജീവിതത്തെ എൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറ്റി എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഏറ്റവും നല്ല പദ്ധതിയുടെ കീഴിലേക്ക് എന്നെ എത്തിക്കണേ. എൻ്റെ കുടുംബം എൻ്റെ ഇഷ്ടത്തിൽ നിന്ന്, എൻ്റെ ദാമ്പത്യ ജീവിതം എൻ്റെ ഇഷ്ടത്തിൽ നിന്ന്, എൻ്റെ പൗരോഹിത ജീവിതം, എൻ്റെ സമർപ്പിത ജീവിതം എൻ്റെ ഇഷ്ടത്തിൽ നിന്ന്, എൻ്റെ വ്യക്തിപരമായ ജീവിതം എൻ്റെ ഇഷ്ടത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ കീഴിലേക്ക് വരട്ടെ. നമുക്ക് ആരാധനയിൽ നമ്മെ പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറിയം ദൈവത്തോട് പറഞ്ഞു: നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ഈശോ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക. 1 പത്രോസ് 5:6 കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുക. മറിയത്തിന് ഒരു തീരുമാനമുണ്ടായിരുന്നു. എന്നാൽ മറിയം ദൈവത്തിൻ്റെ തീരുമാനത്തിലേക്ക് വരുന്നു. ജപമാല നമ്മെ നടത്തുന്നത് ദൈവത്തിൻ്റെ തീരുമാനത്തിലേക്ക്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക്. അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, മറിയം പറയുന്നു, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. മറ്റൊരിടത്ത് 2 സഹോദരിമാരുടെ ഉപമ പറയുമ്പോൾ ആ ഉപമയ്ക്ക് അല്ലെങ്കിൽ ആ സഹോദരിമാരുടെ പേര്, ഒരാളുടെ പേര് മറിയം,
മറ്റേയാളുടെ പേര് മർത്ത. അറിയാതെ അല്ല, അവൻ്റെ വായിൽ നിന്ന്, യേശുവിൻ്റെ വായിൽ നിന്ന് ആ വാക്ക് വന്നു, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. അത് പറഞ്ഞപ്പോൾ ഉറപ്പായിട്ടും ഈശോയുടെ അമ്മയുടെ പേര് മനസ്സിൽ വന്നിട്ടുണ്ട്. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തതാണ് ഈ ഭൂമിക്ക് എന്നെ കിട്ടാൻ കാരണം, ഈ ഭൂമിക്ക് രക്ഷ കിട്ടാൻ കാരണം. പ്രിയപ്പെട്ടവരെ, 3 വചനങ്ങളുടെ അഭിഷേകമാണ്. എങ്ങനെ നമ്മുടെ തീരുമാനത്തിൽ, ഇഷ്ടത്തിൽ നിന്ന് ദൈവത്തിൻ്റെ തീരുമാനത്തിലേക്ക് വരാം. 1, ഇതാ യോഹന്നാൻ 6:29. ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവരിൽ വിശ്വസിക്കുക. 2 റോമ 12:1-2, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കുക. 3 എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, എല്ലാ കാര്യങ്ങളും നന്ദി പറയുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക. ഈ 3 കാര്യവും ഒരാളിൽ നമ്മൾ കാണുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മ, ദൈവത്തിൽ വിശ്വസിച്ച പരിശുദ്ധ അമ്മ. 2 തൻ്റെ ശരീരത്തെ മുഴുവനും വിശുദ്ധമായിട്ട് സമർപ്പിച്ച പരിശുദ്ധ അമ്മ, ദൈവത്തെ സ്തുതിച്ച പരിശുദ്ധ അമ്മ. അതിനാൽ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതങ്ങളെയും ദൈവത്തിൻ്റെ തീരുമാനത്തിലേക്ക് ഉയർത്തണമേ. ഒരു നിമിഷം എല്ലാവരും സമർപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം മാത്രം നടക്കാൻ, ദൈവത്തിൻ്റെ തീരുമാനം മാത്രം. ദൈവത്തിൻ്റെ തീരുമാനം അത് നമ്മുടെ നന്മയാണ്, അത് രക്ഷയാണ്. ദൈവത്തിൻ്റെ തീരുമാനത്തിൻ്റെ കീഴിലേ രക്ഷയുള്ളൂ. എല്ലാ കുടുംബങ്ങളെയും ഞാൻ ഈ നിമിഷം ഈശോയെ സമർപ്പിക്കുന്നു. നമ്മൾ ചിന്തിക്കുക, ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമേ, ഏത് പ്രതിസന്ധികൾക്ക് നടുവിലും, ഏത് പ്രശ്നങ്ങൾക്ക് നടുവിലും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കൃപ നൽകണേ. നമുക്കൊരു നിമിഷം കരങ്ങൾ ഉയർത്താം. കരങ്ങൾ ഉയർത്തുമ്പോൾ എല്ലാ കുടുംബങ്ങളെയും, എല്ലാ മക്കളെയും, എല്ലാ ദമ്പതികളെയും, എല്ലാ സമർപ്പിതരെയും വൈദികരെയും യേശുവേ ദൈവത്തിൻ്റെ തീരുമാനത്തിൻ്റെ കീഴിലേക്ക് സമർപ്പിക്കുന്നു. യേശുവേ, പരിശുദ്ധമ്മ വഴി ഞങ്ങളെ ഞങ്ങളുടെ ഇഷ്ടങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് നടത്തണമേ. നമുക്ക് ദൈവത്തിൻ്റെ തീരുമാനം, ദൈവത്തിൻ്റെ ഭരണം, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും നിറയാൻ വേണ്ടി, നടപ്പിലാകാൻ വേണ്ടി നമുക്ക് സമർപ്പിച്ച് ഒരു നിമിഷം സ്തുതിക്കാം. കരങ്ങൾ ഉയർത്തി ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ, ദൈവത്തിൻ്റെ ഇഷ്ടത്തോട്, ദൈവത്തിൻ്റെ ഹിതത്തോട് എപ്പോഴും ആമേൻ പറയാനുള്ള വലിയ അഭിഷേകം ഇപ്പോൾ അനേകം കുടുംബങ്ങളിലേക്ക് നിറയുന്നു. ഇപ്പോൾ ഭാരപ്പെട്ടിരിക്കുന്ന, അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന, മനക്ലേശത്തോടെ ഇരിക്കുന്ന അനേകം കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ തീരുമാനത്തിൻ്റെ കീഴിൽ, ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ കീഴിലേക്ക് എല്ലാവരും കടന്നു വരട്ടെ. ഈശോയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. Hallelujah, 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 hallelujah. Aradhana, 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 Yesunatha. Aradhana, 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 Yesunatha.